ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഈ വചനം കേൾക്കുന്ന വിശ്വാസി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാലും മറ്റ് പ്രയാസങ്ങളാലും ഭാരപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശ്ചയമായും വഴിയും വാതിലും തുറന്നു തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ്. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഈ വേദഭാഗം അതാണ് പറയുന്നത്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് വഴി നടത്തുന്ന ദൈവമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കടഭാരത്തിൽ നിന്നുമൊക്കെ എൻ്റെ ദൈവമേ എന്നെ വിടുവിക്കണമേ, എന്നെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതായ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ളതായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഏത് വിഷമതകളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും ആ വിഷമതകളുടെ മധ്യത്തിൽ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നുള്ളതായ ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിച്ചാൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഭാരങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കും എന്നുള്ളതാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടുകൂടി ജീവിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് അനുഗ്രഹം നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംബന്ധ സുവാസവും വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.